ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 12th ചാപ്റ്റർ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് എന്ന പാഠഭാഗത്തിലെ 195 തുടങ്ങി 200 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ദിസ് വീഡിയോ മെയിൻലി ഡിസ്കസസ് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻക്ലൂഡിംഗ് മോഡേൺ ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ, ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ സെക്ടർ, അഗ്രികൾച്ചർ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ? കൃഷിയുടെ പ്രാധാന്യം എന്തെല്ലാമാണ്? ആൻസർ, ഫസ്റ്റ് വൺ ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടി. ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ. സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ്, ഉപജീവനത്തിൻ്റെ ഉറവിടം. റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രി, വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നത്. ദെൻ എക്കണോമിക് ബാക്ക് ബോൺ, സാമ്പത്തിക നട്ടെല്ല്. നെക്സ്റ്റ് വൺ, ടാബുലേറ്റ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോപ്പിംഗ് സിസ്റ്റം. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പട്ടികപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഒരു ടേബിളായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ 197 പേജിൽ ഉള്ളതാണ്. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോപ്പിംഗ് സിസ്റ്റം, അതായത് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്ത കോളത്തിൽ വരുന്നത് സബ് ഫാക്ടേഴ്സ്, ഉപഘടകങ്ങൾ. ആദ്യത്തെ നോക്കാം. ഫസ്റ്റ് വൺ നാച്ചുറൽ ഫാക്ടേഴ്സ്, അതായത് പ്രകൃതിദത്ത ഘടകങ്ങൾ. അതിൽ വരുന്നത് നേച്ചർ ഓഫ് സോയിൽ, ടോപ്പോഗ്രഫി, ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, മണ്ണിൻ്റെ സ്വഭാവം, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജലലഭ്യത. ദെൻ സെക്കൻഡ് വൺ എക്കണോമിക് ഫാക്ടേഴ്സ്, അതായത് സാമ്പത്തിക ഘടകങ്ങൾ. അതിൽ വരുന്നത് പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, ഫാമേഴ്സ് ഇൻകം, ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഹെൽഡ്, കാർഷിക വിഭവങ്ങളുടെ വില, കർഷകരുടെ വരുമാനം, കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതി. നെക്സ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. അതിൽ വരുന്നത് ഇറിഗേഷൻ, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, അവൈലബിലിറ്റി ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ജലസേചനം, വൈദ്യുതി, ഗതാഗതം, വിപണി സൗകര്യം, വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ലഭ്യത. ദെൻ നെക്സ്റ്റ് ഫാക്ടർ സോഷ്യൽ ഫാക്ടേഴ്സ്, സാമൂഹിക ഘടകങ്ങൾ. അതിൽ വരുന്നത് ഡയറ്റ്, എഡ്യൂക്കേഷൻ, ജനറേഷണൽ ഡിഫറൻസസ് ഇൻ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഭക്ഷണരീതി, വിദ്യാഭ്യാസം, കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം, സാമൂഹിക പരിസ്ഥിതി. നെക്സ്റ്റ് വൺ ഗവൺമെൻറ് പോളിസീസ്, അതായത് സർക്കാർ നയങ്ങൾ. അതിൽ വരുന്നത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ക്രോപ്സ്, ടാക്സേഷൻ, അവൈലബിലിറ്റി ഓഫ് ലോൺസ്, സബ്സിഡീസ്, വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, നികുതി, വായ്പാ ലഭ്യത, സബ്സിഡി. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, സാങ്കേതിക ഘടകങ്ങൾ. അതിൽ വരുന്നത് ഹൈ ഈൽഡിംഗ് സീഡ് വെറൈറ്റീസ്, സയൻറ്റിഫിക് ഇറിഗേഷൻ, യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ശാസ്ത്രീയമായ ജലസേചനം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ ക്രോപ്പിംഗ് സിസ്റ്റംസ്? വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്പിംഗ് സിസ്റ്റംസ്? വിള സംവിധാനങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിളവെടുപ്പ് സംവിധാനങ്ങളുടെ വർഗീകരണം എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. The order in which crops are cultivated on a farm during a specific period is called cropping system. Cropping systems can be classified as follows: monocropping, polycropping and ratoon cropping. അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെ വിള സംവിധാനം എന്ന് പറയുന്നു. ഏകവിള കൃഷി, ബഹുവിള കൃഷി, റട്ടൂൺ കൃഷി എന്നിവയാണ് അതിൽ വരുന്ന തരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോണോക്രോപ്പിംഗ്? എന്താണ് ഏകവിള കൃഷി? ആൻസർ, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് വൺ ക്രോപ്പ് അറ്റ് എ ടൈം ഓൺ എ ഫാം. ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി. എക്സാമ്പിൾ റബ്ബർ, ടീ, ടാപ്പിയോക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണോക്രോപ്പിംഗ്? ഏകവിള കൃഷിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ, ഫസ്റ്റ് വൺ മെയിൻലി എയിംഡ് അറ്റ് എക്സ്പോർട്ട്, പ്രധാനമായും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള വിള സംവിധാനമാണിത്. ദെൻ നെക്സ്റ്റ് വൺ പ്ലാന്റിംഗ്, മെയിൻ്റനൻസ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ക്യാൻ ബി ഡൺ സ്മൂത്ത്ലി. ഒരു വിള മാത്രമായതിനാൽ നടിയിൽ, പരിപാലനം, വിളവെടുപ്പ് എന്നിവ സുഗമമായ രീതിയിൽ നടത്താൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഫ്രം ദി ഫാം ലാൻഡ്, കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് പെസ്റ്റ് അറ്റാക്ക്, കീടബാധ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഓർ പോളിക്രോപ്പിംഗ്? ബഹുവിള കൃഷി അല്ലെങ്കിൽ പോളിക്രോപ്പിംഗ് എന്നാൽ എന്താണ്? ആൻസർ, multiple cropping is a cropping system in which two or more crops are cultivated on a single plot of land without affecting the natural fertility of the soil. മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ രണ്ടോ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണ് ബഹുവിള കൃഷി. നെക്സ്റ്റ് വൺ,
What are the common types of multiple cropping? List the advantages and examples of each one. മൾട്ടിപ്പിൾ ക്രോപ്പിങ്ങിൻ്റെ പൊതുവായ തരങ്ങൾ ഏതൊക്കെയാണ്? ഓരോന്നിൻ്റെയും ഗുണങ്ങളും ഉദാഹരണങ്ങളും പട്ടികപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മിക്സ്ഡ് ക്രോപ്പിംഗ്. The agricultural method of cultivating two or more crops simultaneously on agriculture land without maintaining spacing between them. കൃഷിഭൂമിയിൽ ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകൾ നടിയിൽ അകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണിത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്, if the yield of one crop is poor due to adverse weather conditions, the yield from other crops can be obtained. പ്രതികൂല കാലാവസ്ഥ മൂലം ഒരു വിളയുടെ വിളവ് മോശമായാലും മറ്റു വിളകളിൽ നിന്നും വിളവ് ലഭിക്കും എന്നതാണ് ഇതിൻ്റെ നേട്ടം. എക്സാമ്പിൾ, മെയ്സ്, ഗ്രൗണ്ട് നട്ട്, കോക്കനട്ട്, പീജൻ പീ. അതായത് ചോളം, നിലക്കടല, തെങ്ങ്, തുവര. Then next one, intercropping. Another crop is cultivated between the main crop in a specific pattern. കൃത്യമായ വരികളിൽ നടന്ന പ്രധാന വിളയുടെ രണ്ട് വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണിത്. ഇടവിള കൃഷി എന്നാണ് ഇതിന് പറയാം. അഡ്വാൻറ്റേജസ് വരുന്നത്, പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ത്രൂ ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അടുത്ത അഡ്വാൻറ്റേജ് വരുന്നത്, സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ കൺട്രോളിംഗ് വീഡ്സ് ആൻഡ് പെസ്റ്റ്സ്. കളകളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായ രീതിയാണിത്. എക്സാമ്പിൾ, ഗ്രൗണ്ട് നട്ട് കൾട്ടിവേറ്റഡ് ആസ് ആൻ ഇൻ്റർക്രോപ്പ് ഇൻ കോട്ടൺ. അതായത് പരുത്തിയുടെ ഇടവിളയായി നിലക്കടല കൃഷി ചെയ്യുന്ന രീതി. പ്ലാന്റെയിൻ കൾട്ടിവേറ്റഡ് ആസ് ആൻ ഇൻ്റർക്രോപ്പ് ഇൻ കോക്കനട്ട് പ്ലാന്റേഷൻസ്. തെങ്ങിന് ഇടവിളയായി വാഴ കൃഷി ചെയ്യുന്ന രീതി. Next one, sequence cropping. Cultivating another short-term crop in the same field immediately after harvesting the main crop. വിളവെടുപ്പിന് ശേഷം കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ഈർപ്പം, പോഷകങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായി വലിയ മുന്നൊരുക്കങ്ങളില്ലാതെ അതേ കൃഷിയിടത്തിൽ മറ്റൊരു ഹ്രസ്വകാല വിള കൃഷി ചെയ്യുന്നതിനെയാണ് തുടർച്ചാ കൃഷി എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ്, ദ മെയിൻ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ദ ഫീൽഡ്സ് ഡു നോട്ട് ലൈ ഫാലോ. കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നില്ല എന്നതാണ് പ്രധാന നേട്ടം. എക്സാമ്പിൾ, ഓൺ പാഡി ഫീൽഡ്സ് പൾസസ് ഓർ സീസെയിം ആർ ഗ്രോൺ ആഫ്റ്റർ ദ മെയിൻ ക്രോപ്പ്. അതായത് നെൽപ്പാടങ്ങളിൽ പ്രധാന വിളയായ നെല്ലിനു ശേഷം പയർ അല്ലെങ്കിൽ എള്ള് കൃഷി ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, റിലേ ക്രോപ്പിംഗ്. ഗ്രോയിങ് എ സെക്കൻഡ് ക്രോപ്പ് ഓൺ ദ ഫീൽഡ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ദ ഫസ്റ്റ് ക്രോപ്പ്. ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുമ്പായി രണ്ടാമത്തെ വിള കൃഷി ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ്. എക്സാമ്പിൾ, കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ബിഫോർ ഹാർവെസ്റ്റിംഗ് പ്ലാന്റെയിൻ. വാഴ വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന രീതി. Next one, crop rotation. Cultivating crops of different plant families on the same field after harvesting each crop. ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും തുടർച്ചയായി വ്യത്യസ്ത സസ്യ കുടുംബത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നതിനെ വിള പരിക്രമണം എന്ന് പറയുന്നു. അഡ്വാൻറ്റേജസ്, ഇറ്റ് ഇൻക്രീസസ് സോയിൽ ഫെർട്ടിലിറ്റി. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഇൻക്രീസിംഗ് സോയിൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫോർ കൺട്രോളിംഗ് വീഡ്സ് ആൻഡ് പെസ്റ്റ്സ്. മണ്ണിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കളകൾ, കിടങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായ രീതിയാണിത്. എക്സാമ്പിൾ, കൾട്ടിവേറ്റിംഗ് പീസ് ആഫ്റ്റർ പാഡി. നെല്ലിന് ശേഷം പയർ കൃഷി ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, മൾട്ടി സ്റ്റോറേഡ് ക്രോപ്പിംഗ് ഓർ മൾട്ടി ടയർ ക്രോപ്പിംഗ്. കൾട്ടിവേറ്റിംഗ് ക്രോപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് റൂട്ട് ഡെപ്ത്സ് ആൻഡ് വേരിയിങ് സൺലൈറ്റ് റിക്വയർമെൻറ്റ്സ് ഓൺ ദ സെയിം ഫീൽഡ് സൈമിൾട്ടേനിയസ്ലി. വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആഴത്തിൽ വേരോടുന്നതും ആവശ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായ വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനെ ബഹുനില കൃഷി എന്ന് പറയുന്നു. അഡ്വാൻറ്റേജസ്, സോയിൽ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ക്യാൻ ബി യൂസ്ഡ് മോർ എഫക്റ്റീവ്. മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. എക്സാമ്പിൾ, കോക്കനട്ട്, പെപ്പർ, ജിഞ്ചർ ഓർ ടെർമറിക് ആർ കൾട്ടിവേറ്റഡ് സൈമിൾട്ടേനിയസ്ലി ഓൺ ദ സെയിം ഫാം. തെങ്ങ്, കുരുമുളക്, ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ എന്നിവ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റാറ്റൂൺ ക്രോപ്പിംഗ്? വാട്ട് ഈസ് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ക്രോപ്പിംഗ്? റാറ്റൂൺ വിളവെടുപ്പ് എന്നാൽ എന്താണ്? ഇത്തരത്തിലുള്ള വിളയുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ, ഡ്യൂറിംഗ് ഹാർവെസ്റ്റിംഗ് ദ റൂട്ട്സ് ഓർ ലോവർ പാർട്ട് ഓഫ് ദി ക്രോപ്പ് ഈസ് ലെഫ്റ്റ് അൺകട്ട്. ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ദ ക്രോപ്പ് ദാറ്റ് വാസ് കൾട്ടിവേറ്റഡ് ഗ്രോസ് അഗെയിൻ ആൻഡ് പ്രൊഡ്യൂസസ് ഈൽഡ്. വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു. വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവ് തരുന്നു. എക്സാമ്പിൾ, സ്പിനാച്ച്, ഷുഗർ കെയിൻ. ദെൻ അതിൻ്റെ മെറിറ്റ് വരുന്നത്, ദ ക്രോപ്പ് ഈസ് ഹാർവെസ്റ്റഡ് അഗെയിൻ ഫ്രം ദ സെയിം ക്രോപ്പ്. ഒരു തവണ ചെയ്ത കൃഷിയിൽ നിന്നും വീണ്ടും വിളവ് ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. അതിൻ്റെ ഡിമെറിറ്റ് വരുന്നത്, ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസ്ഡ് ഈൽഡ്, ഇൻക്രീസ്ഡ് ഡിസീസ് ആൻഡ് പെസ്റ്റ് അറ്റാക്ക്.
വിളവ് കുറയാനും കീടബാധകൾ കൂടാനും സാധ്യതയുണ്ടെന്നത് ഈ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയാണ്. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.